2-3 ദിവസമായിട്ട് ഉച്ച കഴിഞ്ഞ ഒട്ടുക്കത്തെ മഴയായതുകൊണ്ട് തന്നെ അതെ ഇന്നത്തെ യാത്ര നമ്മൾ ഈ കാറിലാക്കി. ഞാൻ നേരെ പയ്യനെ വിളിച്ച് വണ്ടി എടുത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ യാത്ര നമ്മുടെ ഈ മാരുതി 800-ലാണ് കേട്ടോ. ഇന്ന് എവിടെയൊക്കെ പോണേന്നല്ലേ, ഇന്നൊരു കുളി പാസ്സാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ പോണ സ്ഥലം ശൂലം വാട്ടർഫോൾസ് എന്ന് പറയും. ആദ്യം തന്നെ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ച് ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഈ സ്ഥലത്തിൻ്റെ പേര് ശൂലം വാട്ടർഫോൾസ് എന്നാണ്. ആലുവയിൽ നിന്ന് ഏകദേശം ഒരു 32 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു മണിക്കൂർ മതി ഇവിടെ എത്താനായിട്ട്. ഞങ്ങളൊരു 2:30 ആയപ്പോൾ യാത്ര തുടങ്ങി. മഴ പെയ്യുന്ന വിചാരിച്ചാണ് കാർ എടുത്തത്. മാരുതി 800-ൽ ഈ AC ഒന്നും ഇല്ലാണ്ട് ഗ്ലാസ് ഒക്കെ തുറന്നിട്ടുള്ള യാത്ര ഒരു പൊളി തന്നെയാണ്. സംഭവം 5 പേര് ഇരിക്കുമ്പോൾ കൺജസ്റ്റഡ് ആണെങ്കിലും നമുക്കതൊരു വിഷയമൊന്നുമല്ല. എന്തോ മഴ പെയ്യുന്ന വിചാരിച്ച് കാർ എടുത്തുകൊണ്ടാണോ എന്നറിയില്ല, നല്ല വെയിലായിരുന്നു. പിന്നെ നമുക്ക് ഈ അവസ്ഥ ഒന്നും പുത്തരില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ഇതേപോലെ എവിടെയെങ്കിലും പോയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. എന്താണോ നേരത്തെ ഇറങ്ങിയോണ്ടാണോ എന്നറിയില്ല, കുറേ സ്ഥലങ്ങളിൽ വഴിയേറ്റി ഇതേപോലെ വണ്ടി തിരിക്കേണ്ടി വന്നു. പോയി സ്ഥലം എത്താറായപ്പോഴും കാഴ്ചകളൊക്കെ അങ്ങോട്ട് മാറിയിട്ടാവും. പച്ചപ്പൊക്കെ അങ്ങ് കൂടി നല്ല വൈബായിരുന്നു. അങ്ങനെ അവസാനം സ്ഥലം എത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ എൻ്റെ പൊന്നോ എന്താ വ്യൂ! ഇവിടെ നിന്ന് എവിടെ നോക്കിയാലും ഒടുക്കത്തെ വ്യൂ ആണ് കേട്ടോ. ഇവിടെ ആകെ ഉള്ളത് ഒരു ചെറിയൊരു പെട്ടിക്കടയാണ്. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് നടക്കണമെന്ന് പറഞ്ഞാൽ പെട്ടിക്കടയിലെ പുള്ളി പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഒന്ന് നോക്കിയിട്ട് നേരെ നടന്നു. ബൈക്കിന് വന്നവരാണെങ്കിൽ കുറച്ചുകൂടി ഫ്രണ്ട് വരെ നമുക്ക് ബൈക്കുമായിട്ട് പോകാൻ പറ്റും. അധികവും നടക്കാനൊന്നും ഇല്ല കേട്ടോ, അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞങ്ങൾ അങ്ങനെ ഈ കോൺക്രീറ്റ് റോഡിലൂടെ വെള്ളച്ചാട്ടം അന്വേഷിച്ച് യാത്ര തുടങ്ങി. പിന്നെയാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, കാർ എടുത്തത് നന്നായി, കാലാവസ്ഥ അങ്ങ് മാറി. ഇതൊക്കെ നമ്മൾ നേരത്തെ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ വന്ന് ആ ഒരു ആക്സിഡൻറ്റിൽ നടന്നപ്പോഴാണ് ഈ ഡ്രം കാണുന്നത്. പിന്നീട് അറിഞ്ഞത് ഈ ഡ്രമ്മിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ടേക്ക് ഇറങ്ങണമെന്ന്. ഈ ഡ്രമ്മാണ്ട് ഇവിടുത്തെ അടയാളം. ഈ ഡ്രമ്മിൻ്റെ അവിടെ നിന്ന് കണ്ട ഈ വഴി താഴത്തോട്ടേക്ക് നടക്കണം. ഇതൊരു ഇത്തിരി ഉള്ളോട്ട് നടക്കാൻ വലിയ പാടൊന്നുമില്ല. ഞങ്ങൾ ഈ നടക്കണ വഴി കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവുണ്ടെങ്കിലും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നെങ്കിൽ പോലും അങ്ങനെ നടക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. നടന്ന് അങ്ങനെ വെള്ളച്ചാട്ടം എത്തി. എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല, കിടിലൻ വെള്ളച്ചാട്ടം. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ 5 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരാളും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാരെല്ലാം ഞങ്ങൾ വന്നതിന് കുറേ നേരം കഴിഞ്ഞിട്ട് വന്നവരാണ്. ഞങ്ങൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അധികം. വെള്ളച്ചാട്ടത്തെ പറ്റി പറയുകയാണെങ്കിൽ താഴത്ത് ഇവിടെ ഇങ്ങനെ നിന്ന് കുളിക്കുകയാണെങ്കിൽ ഉണ്ടല്ല ഒരു കുഴപ്പമില്ല, 100% സേഫാണ്. പിന്നെ ഇവരെ പോലെ മേളിലോട്ട് പടച്ച് കയറാൻ നിന്ന് ഉരുണ്ടടി നിലത്ത് വീണാലേ ഉള്ളൂ. നിങ്ങൾ മര്യാദയ്ക്ക് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ താഴത്ത് ഇരുന്നതാണ് കുളിച്ചത്. അതേപോലെ താഴത്ത് നിന്ന് കുളിച്ചിട്ട് നേരെ വീട്ടിൽ പോവാം. സംഭവം ഇവിടെ വന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മഴയത്ത് നല്ല ഒരു അടിപൊളി കുളിയൊക്കെ അങ്ങ് പാസ്സാക്കി, അത് പൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കിടലിന് അവിടുത്തെ കുളിയും കഴിഞ്ഞ് നേരെ നടന്ന് വണ്ടിയുടെ അടുത്തെത്തി. പിന്നെ തോന്നി എന്തെങ്കിലും കഴിക്കാൻ. അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്ത് കട തപ്പി വന്നപ്പോഴാണ് ഈ ശരവണവൻ കാണുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ആണ്, എന്നാലും അവിടെ കയറി നല്ല കിടിലൻ മസാല ദോശയും പാടയൊക്കെ അങ്ങോട്ട് കഴിച്ച് ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്ത യാത്ര തുടങ്ങി നേരെ വീട്ടിലോട്ടേക്ക്. അപ്പോൾ ഓക്കെ, ബൈ.